ഹായ് മക്കളെ, ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതറിയാതെ ചാപ്റ്റർ 4 പഠിക്കരുത്. ഏതറിയാതെ? അപ്പോൾ ചാപ്റ്റർ 4 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എന്നറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ചാപ്റ്റർ 4 നിങ്ങളോട് ചോദിക്കുന്ന 1 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് എന്താണ് കെമിക്കൽ നെയിമുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ രാസനാമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, നിങ്ങൾക്കറിയാം, ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇരുമ്പിന്റെ ഓറ് അഥവാ ഇരുമ്പിന്റെ അയിരിനെ വിളിക്കുന്ന പേരാണിത്, ഹേമറ്റൈറ്റ്. ഓക്കെ, അപ്പൊ ഹേമറ്റൈറ്റ് ഞാനിവിടെ മലയാളത്തിലും ഞാൻ ഇവിടെ എഴുതാം, ഹേമറ്റൈറ്റ്. ഓക്കെ, അപ്പൊ ഹേമറ്റൈറ്റിന്റെ രാസനാമം എന്താണ്, കെമിക്കൽ നെയിം എന്താണ് എന്നുള്ളതാണ്. ഒട്ടും മടിക്കാതെ നിങ്ങൾ എഴുതിക്കോളണം, Fe2O3. മറന്നു പോരുത്, Fe2O3. അപ്പൊ എന്താണ് മാഗ്നറ്റൈറ്റിന്റെ രാസസൂത്രം? അവിടെ ശ്രദ്ധിച്ചോളൂ, മാഗ്നറ്റൈറ്റ്. ഓക്കെ, അപ്പൊ മാഗ്നറ്റൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് ഒന്നുമില്ല, മുകളിൽ തൊട്ട് മുകളിൽ Fe2O3 ആണെങ്കിൽ അതിൽ നിന്നൊന്ന് കൂട്ടുക, അതായത് Fe3O4. ഓക്കെ, നേരത്തെ Fe2 ആണെങ്കിൽ ഇവിടെ Fe3, O3 ആണെങ്കിൽ ഇവിടെ O4. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ബോക്സൈറ്റിനെ കുറിച്ചാണ്. ഇപ്പൊ ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മക്കളെ, എന്താണ്, അലൂമിനിയത്തിന്റെ അയിരിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ ഓറിനെ വിളിക്കുന്ന പേരാണെന്ത്, ബോക്സൈറ്റ്. ഇപ്പൊ ബോക്സൈറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ബോക്സൈറ്റ് മറന്നു പോകരുത്, Al2O3 2H2O. മറന്നു പോകരുത് മക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ നെയിമാണ് അഥവാ രാസനാമമാണ് ഇത്, ബോക്സൈറ്റ്. അപ്പൊ മറന്നു പോകരുത്, Al2O3 2H2O. അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോഡിയം അലൂമിനേറ്റ് ആണ്. ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള, സാധ്യതയുള്ള ഒരു ആളാണ് സോഡിയം അലൂമിനേറ്റ്. അതിന്റെ മലയാളം ഞാൻ ഇവിടെ എഴുതാം, സോഡിയം അലൂമിനേറ്റ്. ഓക്കെ, അപ്പൊ സോഡിയം അലൂമിനേറ്റ് എഴുതുന്ന സമയത്ത് ആ വേർഡ് പറഞ്ഞു എഴുതുക. സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na ആണ്, അലൂമിനിയം എന്ന് പറഞ്ഞാൽ Al ആണ്. 8ന് വേണ്ടിയിട്ട് നമ്മളൊരു O2 ഇടുന്നു, 8O2. അപ്പോൾ NaAlO2 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ പേര് തന്നെ വ്യക്തമാണ്, സോഡിയം അലൂമിനേറ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. NaAlO2. മറന്നു പോരുത്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഹേമറ്റൈറ്റ് പഠിച്ചു, മാഗ്നറ്റൈറ്റ് പഠിച്ചു. അപ്പൊ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ബോക്സൈറ്റ് Al2O3 2H2O. അതേപോലെ തന്നെ സോഡിയം അലൂമിനേറ്റ് NaAlO2. ഓക്കെ, അപ്പൊ ഈ ഒരു 4 മക്കൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെടുത്തോളം. അത് എന്തിനാ എഴുതി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാം, അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകാം. അലൂമിന വളരെ എളുപ്പമായിട്ടുള്ള ഒരു ആളാണ് അലൂമിന. ഞാനിവിടെ എഴുതാം, മലയാളത്തിലും എഴുതാം. അലൂമിന ഇതാ നോക്കൂ, Al2O3 എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. Al2O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനയാണ്. ഓക്കെ, റെഡി. സിങ്ക് ബ്ലൻഡ്. ഓക്കെ, അപ്പൊ സിങ്ക് ബ്ലൻഡിന് നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ ഞാൻ ഇവിടെ എഴുതാം, സിങ്ക് ബ്ലൻഡ്. ഓക്കെ, സിങ്ക് ബ്ലൻഡ് ZnS ആണ്, ZnS. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് കലാമിൻ കേട്ടോ. കലാമിൻ അഥവാ ഇതിനെ നമ്മൾ വിളിക്കുന്നു ZnCO3 കേട്ടോ, മറക്കരുത്, ZnCO3. റെഡി അല്ലേ? അപ്പൊ മറന്നു പോരുത്, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ആളുകളെയാണ് ചാപ്റ്റർ 4 രാസനാമങ്ങൾ, കെമിക്കൽ നെയിം ചോദിക്കാൻ ചാൻസ് ഉള്ള ആളുകളെയാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ലിസ്റ്റിലുള്ള ആളുകളാണ് കുപ്രൈറ്റ് എന്ന് പറയും, കുപ്രൈറ്റ്. ഓക്കെ, ഇപ്പൊ കുപ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം എന്താണ്, Cu2O അല്ലെ, Cu2O. അടുത്തതായിട്ട് ക്രയോലൈറ്റ് അല്ലെ, അലൂമിനിയം നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ക്രയോലൈറ്റ്. മറന്നു പോകരുത്, എന്താണ്, Na3Alf6 അല്ലെ, Na3Alf6 അല്ലെ, അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇവിടെ ഓർത്താൽ മതി, ഇവിടെ എത്രയാണ്, Na 3 ആണ്, അവസാനമുള്ള F അതിന്റെ ഇരട്ടി അല്ലെ. മുകളിലുള്ള സോഡിയം 3 ആണെങ്കിൽ അവസാനമുള്ള F 6 ആണ്, 3ന്റെ ഇരട്ടി. ഇത് ഓർക്കാനുള്ള ചില പൊടിക്കൈകൾ മാത്രമാണ്. നിങ്ങൾ എന്ത് പഠിക്കുക, Na3Alf6 എന്ന് തന്നെ എഴുതി പഠിക്കുക. അടുത്തതായിട്ട് കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്, കോപ്പർ
പൈറൈറ്റ്സ്. ഓക്കെ, കോപ്പർ പൈറൈറ്റ്സ്. ഓക്കെ, ഇതാ പിടിച്ചോളൂ. കോപ്പർ പൈറൈറ്റ്സിന് നമ്മൾ എഴുതുന്ന എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CuFeS2 എന്നാണ്. CuFeS2. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമതായിട്ട് ഹേമറ്റൈറ്റ് പഠിക്കണം, മാഗ്നറ്റൈറ്റ്, അതേപോലെ തന്നെ ബോക്സൈറ്റ്, അതേപോലെ തന്നെ സോഡിയം അലൂമിനേറ്റ്, അതേപോലെ തന്നെ അലൂമിന, അതേപോലെ തന്നെ സിങ്ക് ബ്ലെൻഡ്, അതേപോലെ തന്നെ കലാമിൻ. മാത്രവുമല്ല കുപ്രൈറ്റ്, ക്രയോലൈറ്റ് ആൻഡ് ഓൾസോ കോപ്പർ പൈറൈറ്റ്സ്. അപ്പൊ ചാപ്റ്റർ 4 നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കെമിക്കൽ നെയിം അഥവാ രാസനാമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതിൽ എന്തായിരിക്കും 1 മാർക്കിന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ലൈവുകളൊക്കെ എന്താണ് ഡെയിലി നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ലൈവുകൾ എന്താണ് ഇങ്ങനെ ആടിത്തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരന്മാരോട് കൂട്ടുകാരികളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.